ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ ചക്കയുടെ റെസിപ്പിയും കൊണ്ടാട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു അട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ശർക്കര പാനി, ചുക്ക് പൊടി, കുറച്ച് നാളികേരം, കുറച്ച് ചക്ക ചുളപ്പറിച്ചത്, ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചക്ക ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പച്ചച്ചക്ക അരച്ചെടുത്തതാണ് ഇതുള്ളത്. അത് നമുക്കിനി കുറച്ച് അരിപ്പൊടി ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഉള്ളതാണിത്. ഇനി അതിക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ 2 ടീസ്പൂണ്. നമുക്ക് ആവശ്യമനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരപ്പാനി എനിക്ക് നല്ല മധുരമുള്ള ചക്കയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അത് ഇലയിൽ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം. ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യ് കൂടെ തൂവി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി അട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഓക്കെ.